നാളെ നമ്മൾ പ്ലസ് വണ്ണേർക്ക് ക്ലാസ് തുടങ്ങാൻ പോകണില്ല. നമ്മളെ പ്ലസ് ടുവിലത്തെ ചേട്ടന്മാരുടെ അടുത്താണ്. എനിക്കറിയാം പഴയ പോലെ റാഗിങ് ഒന്നും ഇപ്പം ഉണ്ടാവില്ലാന്ന്. പക്ഷെ ഞാൻ കുറച്ച് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ അത്യാവശ്യം അലമ്പുതരങ്ങൾ കാണിച്ചു നടന്നിരുന്നതാണ്. ഇപ്പം ഞാൻ കറണ്ടിലുള്ളത് മലേഷ്യയിലാണ്. പക്ഷേ നമുക്കൊരു ചെറിയ കേസ് വന്നിട്ടുണ്ടായിരുന്നു. 8 നിലയിൽ ഞാൻ തല കറങ്ങി നിന്നിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല, കാരണം അത്യാവശ്യം ഫണ്ട് കിട്ടി, പലവരെയും കാല് പിടിച്ച്, അവന്മാരെയും കാല് പിടിച്ച് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്നാമത് അങ്ങനത്തെ പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാവരും നമ്മളറിയുന്നവരാണ്. അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഈ തല്ലുവിടുന്നവരുണ്ടല്ല, പുറത്തിറങ്ങി നമ്മളല്ലെങ്കിൽ ക്ലാസ്സും പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരം, വല്ല പെട്രോൾ കഴിയുകയും അങ്ങനെയൊക്കെ വല്ല ഉപകാരത്തിന് ഇവന്മാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ മനസ്സിലൊരു സംഭവം വരും കേട്ടോ, കാരണം അയ്യോ വേണ്ടായിരുന്നു, റിഗ്രറ്റ് ആവും നമുക്ക്. അത് എത്ര ആയാലും നമുക്ക് മായ്ച്ച് കളയാൻ പറ്റില്ല. ഒറ്റ കാര്യം പറയുള്ളൂ, ഈ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഉള്ള ഫ്രണ്ട്സുകൾ ചിലപ്പോൾ 1-2 ആൾക്കാർക്കൊക്കെ നിന്ന് വരാം, ബാക്കിയൊക്കെ കഥം പോവുകയാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ലഹരി വിൽക്കുന്നവരുണ്ടാവും, ഇടി ഉണ്ടാക്കുന്നവരുണ്ടാവും, എല്ലാവരും അവിടെ ചെയ്തോട്ടെ, നല്ലപോലെ പഠിക്കുക. കാരണം നമ്മളും അവരൊക്കെ ഒരു വീട്ടിലത്തെ പ്രതീക്ഷയാണ്. നമുക്ക് ആരാണ് ഇപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്ക് ഫീസ് കൊടുക്കുന്നത്? നമ്മളെ ഉപ്പ, ഉമ്മ, അച്ഛനമ്മ. ഇവരൊക്കെ അറിഞ്ഞൂടെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവരൊരു വില വെക്കാതെ ചെയ്യുമ്പോൾ അനുഭവം ഗുരുവാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, തട്ടിക്കളയാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവരുടെ അടുത്തും പറയണത്. നാളെ പോവുക, പഠിക്കുക, വീട്ടിൽ വരാം, അത് മതിറാ. അതാണ് ഏറ്റവും സേഫും ഏറ്റവും നല്ലത്. ബൈ.